മക്കളെ അടുത്ത ഹെഡിങ് ദശാംശ സംഖ്യകളുടെ വർഗ്ഗമൂലം കാണുന്ന വിധം. കേട്ടല്ലോ, ദശാംശ സംഖ്യകളുടെ വർഗ്ഗമൂലം കാണുന്നത്. എങ്ങനെയാണ് ഒരു ദശാംശ സംഖ്യകളുടെ വർഗ്ഗമൂലം കാണുന്നത്? ഉദാഹരണത്തിന് √0.81 എങ്ങനെ ചെയ്യും മക്കളെ? ദശാംശ സംഖ്യകളുടെ വർഗ്ഗമൂലം കാണാൻ ആദ്യം ദശാംശം, അതായത് പോയിന്റ് കളഞ്ഞെഴുതണം അല്ലെ? പോയിന്റ് കളഞ്ഞെഴുതണം. പോയിന്റ് കളഞ്ഞെഴുതുമ്പം √0.81 എന്നുള്ളത് √81 എന്നാകും. √81 ഉത്തരം നമുക്കറിയാം 9 ആണ്. ശരിയല്ലേ? അപ്പൊ ആദ്യം ഞാൻ ചെയ്തത് ദശാംശ സംഖ്യയുടെ വർഗ്ഗമൂലം കാണാൻ പോയിന്റ് കളഞ്ഞ് സംഖ്യയുടെ വർഗ്ഗമൂലം കാണുക. പോയിന്റ് കളയുമ്പോൾ √81 9 ആണ്. ഇനി ചോദ്യത്തിന്റെ അകത്ത് എത്ര പോയിന്റ് ഉണ്ടോ അതിന്റെ പകുതി എണ്ണം ഉത്തരത്തിൽ ഇടുക. ചോദ്യത്തിന്റെ അകത്ത് 2 പോയിന്റ് ഉണ്ട്, അപ്പൊ ഉത്തരത്തിൽ 1 പോയിന്റ് ഇടണം. സോ ആൻസർ 0.9 ആണ്. ഇങ്ങനെയാണ് ഒരു സംഖ്യയുടെ ദശാംശ സംഖ്യയുടെ വർഗ്ഗമൂലം കാണുന്നത്. അടുത്തത് നമുക്കൊന്ന് ചെയ്യാം. √1.21 ഇതാണ് ചോദ്യം. √1.21 ഇതിന്റെ വർഗ്ഗമൂലം കാണണം. ആദ്യം പോയിന്റ് കളഞ്ഞെഴുതണം. അപ്പൊ √121 എന്ന് വരും. √121 ഉത്തരം 11 ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ മക്കളെ? ഇനി ചോദ്യത്തിൽ ആകെ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കണം. ചോദ്യത്തിൽ 2 പോയിന്റേ ഉള്ളൂ, ഉത്തരത്തിൽ 1 പോയിന്റ് ഇടണം. അപ്പൊ 11 എന്നുള്ളത് 1.1 എന്നായിട്ട് മാറും. √81 9 അല്ലേ കാശിനാഥ്? √81 9 അല്ലേ? 9ന്റെ സ്ക്വയർ അല്ലേ 81? അങ്ങനെ 9 കിട്ടിയ. √81 9. മനസ്സിലായോ? √81 9. അങ്ങനെയാണോ 9 കിട്ടിയത്? √81 9 ആണ്. #108 കഴിഞ്ഞ് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചില്ല നിഹാന, കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ പഠിച്ചത് ഇതാണേ. ശരി മക്കളെ, √0.0144 അതെങ്ങനെയാ ചെയ്യണേ? ഓക്കെ, √0.0144 അല്ലേ? ഇതെങ്ങനെയാ ചെയ്യണേ? ഓക്കെ, ആദ്യം പോയിന്റ് കളയണം. അപ്പൊ √144 എന്ന് വരും. √144 ഉത്തരം 12. ചോദ്യത്തിൽ ആകെ 4 പോയിന്റ് ഉണ്ട്, അപ്പൊ ഉത്തരത്തിൽ അതിന്റെ പകുതി ഇടണം, അതായത് 2 എണ്ണം. സോ 0.12 ആണ് ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇതാണെങ്കിൽ പോയിന്റ് കളഞ്ഞ് എഴുതുമ്പോൾ √256 എന്ന് വരും. √256 എത്രയാ? 16 ആണ്. ആണോ? യെസ്. ഇനി ചോദ്യത്തിൽ ആകെ 6 പോയിന്റ് ഉണ്ട്, ശരിയല്ലേ? ഉത്തരത്തിൽ 3 പോയിന്റ് ഇടണം. അപ്പൊ 0.016 എന്ന് വരും. 0.016 എന്ന് വരും. ചെയ്തത് കറക്റ്റ് ആണോ? ക്ലിയർ ആണോ?